കറിച്ചട്ടി കൊണ്ടുള്ള ഒരു അടുപ്പാണ് ഇന്നിവിടെ കാണിക്കുന്നത്. കറിച്ചട്ടി ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കൊടുവാൾ ഉപയോഗിച്ച് കൊത്തി ദ്വാരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചട്ടി പൊട്ടിപ്പോകാതിരിക്കാനാണ് തുണി ചട്ടീൻ്റെ അകത്തിട്ട് തിരികെ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചട്ടി പതുക്കെ പൊട്ടിച്ചതിന് ശേഷം പൊട്ടിച്ചെടുക്കുക. ഒരു പെയിൻറ്റിൻ്റെ മൂടിയാണ് എടുത്ത് അതിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് മണ്ണെടുത്ത്, ഇവിടെ നല്ല മണ്ണൊന്നും കിട്ടാനില്ല, കല്ലാണ്, നിറയെ കല്ലാണ്. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ ഇങ്ങനെ മെഴുകിയെടുക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഏകദേശം ഒന്ന് കാണിക്കാനായിട്ടാണ് ഇത് എടുക്കുന്നത്. കണ്ടാൽ നിറയെ കല്ലാണ്. അപ്പോൾ ആ പെയിൻറ്റിൻ്റെ മൂടിമേൽ കുറച്ച് മണ്ണും വെള്ളമൊക്കെ പാടി കൂട്ടിയിട്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ചട്ടി ഇങ്ങനെ മൂട് ഉരുണ്ട ടൈപ്പായതിനെ കൊണ്ട് അതിൽ അത് ശരിക്കും വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇളകി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണ് അടിയിൽ വെച്ചത്. ആ മണ്ണ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ചട്ടി വെച്ച് ചുറ്റും ചട്ടീനെ കവറ് ചെയ്യണം. മണ്ണ് ഉരുട്ടി കഴിഞ്ഞിട്ട് ചട്ടീൻ്റെ ചുറ്റും തേച്ച് പിടിപ്പിക്കുക. ഇവിടുത്തെ കല്ലാണെങ്കിലും മണ്ണിൽ കല്ല് നിറയുണ്ടെങ്കിലും അത് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉറപ്പാണ്. അങ്ങനെയൊന്നും പൊട്ടിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ മണ്ണ് ഉപയോഗിച്ചിട്ട് ചട്ടീൻ്റെ ചുറ്റും മെഴുകി കൊടുക്കുക. കല്ലായതിനെ കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊന്നും നമുക്ക് ഇങ്ങനെ ഇതാക്കാനൊന്നും പറ്റൂല കേട്ടോ. ഇതിവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മെഴുകിയതിന് ശേഷം ആ മുന്നിലുള്ള ഭാഗം ഞാൻ വെട്ടി പോക്കിയതാണ് കൊടുവാൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് 3 ഇത് അടുപ്പിൻ്റെ മൊന പോലെ പാത്രം വെക്കാനായിട്ട് 3 മണ്ണ് ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലുള്ള പുക പുറത്തേക്ക് പോവുക. അങ്ങനെ മണ്ണ് ഉപയോഗിച്ചിട്ട് ചട്ടി മുഴുവനും മെഴുകി എടുക്കണം. ഇത് വിചാരിച്ച പോലെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിച്ച പോലെ അങ്ങനെ മെഴുകിയെടുക്കാനൊന്നും പറ്റൂല. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ചട്ടീൻ്റെ ഒരു നടുഭാഗം ഒരു ചതുരത്തിലും കൊണ്ട് മുറിച്ചെടുത്തിട്ട് ചട്ടി പൊട്ടിപ്പോകാതൊക്കെ അതിൽ നടുവിൽ കുറച്ച് തുണിയൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് പതുക്കെ വെട്ടി ഒരുപാട് കൊണ്ട് വെട്ടി എടുത്താൽ മതി. അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ ഉപയോഗിച്ചിട്ട് വെട്ടിയാലും മതി കേട്ടോ. എൻ്റെ അടുത്ത് അതൊന്നുമില്ല. ഞാൻ കൊടുവാൾ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. എന്നിട്ട് ചുറ്റും ഇങ്ങനെ മണ്ണുകൊണ്ട് നമ്മൾ കവറ് ചെയ്യുക. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ തേക്കുക. നമുക്ക് നല്ല മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലൊക്കെ മെഴുകിയെടുക്കാം. 3 മൊന വെച്ചാൽ പാത്രം വെക്കാനാണത്. അപ്പോൾ കുറച്ചൊരു ഉയർന്ന് നിൽക്കും. അപ്പോൾ സൈഡിൽ കൂടെ പുറത്തേക്ക് പോകാനും സാധിക്കും. പണ്ടുള്ള ഇപ്പോഴത്തെ വീട്ടിലൊന്നും അടുപ്പില്ല. എന്നാലും പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ മണ്ണ് തേമ്പി നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഈ അടുപ്പ് കൊണ്ട് വെക്കാം. അപ്പോൾ ഒരു തെർമോക്കോളിൻ്റെ ഇത് കിട്ടി. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് തൽക്കാലം. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാമല്ലോ. ഉണങ്ങുന്ന വരെ അതിൻ്റെ മേലെ തെർമോക്കോളിൻ്റെ മേലെയാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത്. അതൊക്കെ എടുത്ത് വെച്ചതാണ്. ഇതുപോലെ മണ്ണ് തേച്ച് മിനുക്കിയതിന് ശേഷം ഈ ചിത്രത്തിൽ ഇതുപോലെ തെർമോക്കോളിൻ്റെ ഒരു പീസുണ്ട്, അടിയിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ഉയരത്തിൽ വെച്ചതാണ്. അത് നമുക്കിത് അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉയരമുള്ള ഒരു സ്ഥലത്ത് എവിടെ വെച്ചാൽ വേണ്ടുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കാം. എന്നിട്ട് പാത്രത്തിൽ ഒരു പാത്രം എടുത്ത് അലൂമിനിയം പാത്രം, ഒരു ഉപയോഗിക്കാത്തൊരു അലൂമിനിയം പാത്രമാണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതിലൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. തീ കത്തിച്ച് കുറച്ച് ഓലക്കണ്ണി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തീ കത്തിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ കത്തിച്ച് നല്ല വിറകൊക്കെ ഇട്ടെങ്കിൽ നല്ലോണം കത്തുന്നുണ്ട്. അത് തന്നെ ഇപ്പം നല്ലോണം കത്തുന്നുണ്ട്. കത്തിച്ചാൽ നമുക്ക് ചോറൊക്കെ പുറത്തുനിന്ന് വെക്കാം. ചോറെങ്കിലും വെച്ചുണ്ടാക്കാമല്ലോ. ഈ ഗ്യാസ് കിട്ടാത്ത കാലമായത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു അടുപ്പുണ്ടാക്കിയാൽ പുറത്ത് കുറച്ച് വിറകിൻ്റെ കൊള്ളിയുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ ചോറ് വെക്കാം.